ഹലോ, എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. ഇന്ന് ഞാനൊരു ചെറിയ സിമ്പിൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെന്താണെന്ന് മനസ്സിലായോ എല്ലാവർക്കും? നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടാവണം, എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന ഒരു സാധനമാണിത്. നമ്മൾ ഇന്ന് ഇതിൻ്റെ റെസിപ്പിയാണ് ഇടുന്നത്. ഇതാണ് കേട്ടോ കാച്ചിൽ അല്ലെങ്കിൽ കാവത്ത് എന്നൊക്കെ പറയുന്ന സംഭവമാണ് കേട്ടോ. ഇത് ഇതിൻ്റെ കട വേറെ വലുതുണ്ടാവും. ഇത് മുകളിൽ വരുന്ന ചെറിയ ചെറിയ കായകളാണ്. അതിനായിട്ട് ഞാനിത് പൊട്ടിച്ചെടുത്തതാണ്. ഇവിടെ ഒരുവിധം ഞങ്ങൾക്കൊക്കെ കുറച്ച് ഞങ്ങളൊക്കെ എല്ലാവരും കഴിക്കും. കട്ടൻ ചായ ഇവിടെ കൂടെ കഴിക്കാനാണ് ഇത് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അപ്പം ഞാനിത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ തന്നെ മുറിച്ച് കഷ്ണങ്ങളാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാനിത് വേവിക്കാനായിട്ട് സ്റ്റവിൽ വയ്ക്കാൻ പോവാം കേട്ടോ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. ചിലപ്പോൾ പ്രായമായ ആൾക്കാർക്കൊക്കെയാണ് ഇതിനോട് കൂടുതൽ താല്പര്യം. ഇപ്പോഴത്തെ ജനറേഷനൊന്നും ഈ വക സാധനങ്ങളൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ എനിക്കൊക്കെ ഇഷ്ടമാണ്. ഒരുവിധം ഇവിടെ കുട്ടികളൊന്നും അങ്ങനെ കഴിക്കില്ല. ഇവിടെ ചേട്ടനൊക്കെ നന്നായിട്ട് കഴിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇത് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് തന്നെ. അപ്പോൾ ഞാൻ ഇത് കഴുകാനായിട്ട് പാത്രത്തിൽ വെള്ളം ഒഴിച്ച് കൂട്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കിട്ടണം. അങ്ങനെ ഇതാ തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വേവാറായി. ഇനിയിത് വെന്ത് കഴിഞ്ഞ് വേറെ പണിയൊന്നുമില്ല. ഞാനിതിൻ്റെ കൂടെ ചമ്മന്തിയോ അങ്ങനെ സംഭവങ്ങളൊന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല. ഇത് വെന്ത് കഴിഞ്ഞാൽ നല്ല ചൂടുള്ള കട്ടൻ ചായയും ഇതും കൂടി നമ്മുടെ ഒരു 4 മണിക്കൊക്കെ ഒരു ചായക്കടിയൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല സാധനമാണ് കേട്ടോ. പണ്ടൊക്കെ വറുതിയുടെ കാലത്തൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ടല്ലേ നമ്മുടെ ആളുകളൊക്കെ തന്നെ ജീവിച്ചിരുന്നത്. അതാണ് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ കൂടെ നല്ല ചൂടുള്ള കട്ടൻ ചായയും കൂടി കഴിക്കുക കേട്ടോ. നിങ്ങളുടെ അവിടേക്ക് ഇത് കിട്ടാനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.